യഹോശുവ മശിഹായ്ക്ക് സ്തുതി. ക്രിസ്ത്യാനി അറിഞ്ഞിട്ടില്ലാത്ത എന്നാൽ അറിഞ്ഞിരിക്കേണ്ട യേശുവായുടെ ഒരു മുഖത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതെന്താണ് യേശുവായ്ക്കപ്പോൾ രണ്ട് മുഖമുണ്ടായിരുന്നു എന്ന്. അതല്ല അതിൻ്റെ അർത്ഥം. അതായത് യേശുവായ്ക്ക് ഉണ്ടായിരുന്ന യഥാർത്ഥ മുഖം അറിയാതെ എപ്പോഴും ക്രിസ്ത്യാനി ധരിച്ചിരിക്കുന്ന കുറേ ധാരണകളുണ്ട്. അപ്പോൾ അത് മാറ്റണം. അതിന് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മളത് മാറ്റാത്തത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഇന്ന് ക്രിസ്ത്യാനി ആയിരിക്കുന്ന ഒരു ഇട്ടാവട്ടത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് സാധാരണ ഏത് സഭയിലായാലും ക്രിസ്ത്യാനി ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ. അതായത് യേശുവ എന്ന യഥാർത്ഥ പേര് പോലും ക്രിസ്ത്യാനിക്ക് അറിയില്ല. പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു, ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ചിന്തകളല്ല, ക്രിസ്ത്യാനി ആയിരിക്കുന്ന ഓരോരുത്തരുടെയും ചിന്തകളാണ്. അപ്പോൾ യേശു ക്രിസ്തു എന്നാണ് ദൈവത്തിനെ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ദൈവമായിട്ട് ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് നന്മ ചെയ്തു, രോഗശാന്തി ഒക്കെ ചെയ്തു, അതുപോലെ തന്നെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, എല്ലാവരോടും ക്ഷമിച്ചു, പിന്നെ ഒരു മുഖത്തടിച്ചപ്പോൾ മറുമുഖം കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒരു പാവ യേശുവ, മനസ്സിലായി. ലാസ്റ്റ് ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും യഹൂദന്മാർ യേശുവായെ ക്രൂശിൽ തറച്ച് കൊന്നു. പിന്നെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. ഇപ്പോൾ നാം വിളിക്കുമ്പോഴൊക്കെ വന്ന് വീണ്ടും രോഗശാന്തിയും പണവും ജോലിയും വീടും ഒക്കെ തരും. പിന്നെ ദിവസവും പള്ളി പോകുന്നത് കൊണ്ടും കുർബാന കൂടുന്നത് കൊണ്ടൊക്കെ നമ്മൾ ക്രിസ്ത്യാനിയായി ജനിച്ചത് കൊണ്ടും പിന്നെ നമ്മുടെ സൗകര്യപൂർവ്വം നോമ്പെടുക്കുന്നത് കൊണ്ടും. ഞാനിവിടെ സൗകര്യപൂർവ്വം എന്ന് പറയാൻ തന്നെ ഒരു കാരണമുണ്ട്. ഈ അടുത്ത് ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, ഈസ്റ്ററൊക്കെ അല്ലേ നോമ്പെടുക്കണില്ലേ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഞാനെന്തിനാ ഈസ്റ്റർ നോമ്പെടുക്കണേ? ഈസ്റ്റർ എസ്തേർ ദേവതയുടെ ആഘോഷമാണ്, അത് തിരിച്ചറിഞ്ഞവളാണ് ഞാൻ. അപ്പം അങ്ങനെ ആയിരിക്കെ ഞാൻ എന്തിനാണ് ഈസ്റ്ററിന് നോമ്പെടുക്കണേ? നീ നോമ്പെടുക്കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ നോമ്പ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്, ഞാൻ 11-ാം തീയതി കഴിഞ്ഞിട്ട് വേണം നോമ്പെടുക്കണമെങ്കിൽ. അപ്പം ചെതെന്താ 11-ാം തീയതി ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം നോമ്പെടുക്കണം. അപ്പം നമ്മുടെ സൗകര്യത്തിനാണ് നോമ്പെടുക്കുന്നത്. അവനും സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായ? അപ്പം അങ്ങനെ സൗകര്യപ്രകാരം നോമ്പെടുക്കും. അതുപോലെ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് അവസാനം യേശുവ വരും. ഇതൊക്കെയാണ്. അതുപോലെ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കും. യഹൂദന്മാർ യേശുവായെ ക്രൂശിൽ തറച്ചു കൊന്ന്, അതുകൊണ്ട് യഹൂദന്മാരൊക്കെ നരകത്തിൽ പോകും. എനിക്ക് യേശു എന്ന് വെച്ചാൽ ജീവനാ. യേശുവിൻ്റെ കുരിശിൻ്റെ വഴി ചൊല്ലി ഞാൻ എന്നും കരയാറുണ്ട്. അതുപോലെ തന്നെ പാപം എന്താ പറയുക, പാവല്ലേ നമ്മുടെ യേശു, ഒരു വേദന തിന്ന അന്ന് മരിച്ചേ. ഇതൊക്കെയാണ് ക്രിസ്ത്യാനിയുടെ ഒരു ധാരണകൾ. ഒരു നോർമലായിട്ടുള്ളൊരു ക്രിസ്ത്യാനി ധരിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ എല്ലാ ദിവസവും കുരിശിൻ്റെ വഴിയും ചൊല്ലി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. കാരണം സത്യങ്ങൾ ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കണം. ആർക്കെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കി തിരികെ നടക്കാൻ തോന്നിയാൽ നന്മ, അത് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയാം, ഞാൻ ഒരു സഭയിലും പെട്ടതല്ല. ഞാനൊരു റോമൻ കത്തോലിക്ക ആയിരുന്നു. എന്നാൽ ഞാൻ സത്യം ഗ്രഹിച്ചപ്പോൾ സത്യം എന്നെ സ്വതന്ത്രയാക്കി. ഇപ്പോൾ ഏക സത്യ ദൈവത്തിൻ്റെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. പലരും എന്നോട് യഹോവ സഭയാണോ, പെന്തക്കോസ്ത് സഭയാണോ, ആ സഭയാണോ, ഈ സഭയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഓരോ ടോക്ക് കേട്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയണേ, ഒരു സഭയിലും ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു സഭയിലില്ലാണ്ട് സഹോദരി എങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ പറ്റും? ഇത് ഞാൻ മാത്രമല്ല, ഈ ലോകത്തിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വെളിപാടിൽ 7-ാമത്തെ കാഹളം മുഴങ്ങുന്നതിന് മുൻപ് പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ തൻ്റെ ദാസന്മാർക്ക് കുറേ സത്യങ്ങൾ അറിയിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ ഗ്രഹിച്ച സത്യങ്ങൾ എന്നെ സ്വതന്ത്രയാക്കി. അതാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. നിങ്ങൾക്കത് സ്വീകരിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളഞ്ഞ് നിങ്ങൾ ലോകത്തിൻ്റെ പിന്നാലെ പോകാം. അപ്പോൾ സഭയിലൊന്നും പോയില്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ചോദ്യമാണ്, നിങ്ങളുടെ മക്കളൊക്കെ എങ്ങനെ കല്യാണം കഴിക്കുക? സഭയിൽ പോവാതെ എങ്ങനെയാണ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്? ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടക്കം ഇങ്ങനെ നടക്കുക എന്നൊക്കെ അല്ലേ. യാതൊരു സഭയിലും പെട്ടില്ലെങ്കിലും എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്തൂടെ നമുക്ക്?
രജിസ്റ്റർ വിവാഹം ചെയ്തൂടെ? ഗവൺമെൻറ് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നിട്ടില്ലേ? ഇനി പള്ളിയിൽ വെക്കാൻ സ്ഥലമില്ലേ, അല്ലെങ്കിൽ പള്ളിയിൽ വെക്കാൻ സമ്മതിക്കണില്ലേ? അത് കൊണ്ടുപോയി കത്തിച്ച് കാട്ടി കളഞ്ഞോട്ടെ. ഗവൺമെൻറ് അതിനും സംവിധാനം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കാരണം മരിക്കുന്ന വരെയുള്ളൂ നമ്മുടെ ഈ ശരീരം. നമ്മുടെ ആത്മാവിൻ്റെ പുറന്തോടാണ് ഈ ശരീരം. നമ്മൾ ആത്മാവിനാണ് വാല്യൂ കൊടുക്കണ്ടേ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്ത് അത് ചത്ത് ചീഞ്ഞ് അളിഞ്ഞ് പുഴുവരിച്ച് പോകുന്ന സാധനത്തിന് എന്തിന് ഓർമ്മിച്ച് കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് കിടക്കണ ഒരു കാര്യമില്ല. അതൊക്കെ ഞാൻ മുൻപത്തെ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ സഭയിൽ നിന്ന് പോന്നാൽ ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് ഉത്കണ്ഠ വേണ്ട. നിങ്ങൾക്ക് ദൈവമാണോ വലുത്, സഭയാണോ വലുത്? അത് സ്വയം ചോദിച്ചാൽ മതി. അപ്പോൾ ഇനി ഞാൻ അറിഞ്ഞ ഈ സത്യങ്ങൾ എന്തിനാ നീ മറ്റുള്ളവരെ അറിയിക്കണം? എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കൾ വരെ ചോദിച്ചിട്ടുണ്ട്, നീ ഇതൊക്കെ അറിഞ്ഞു, ശരി, ഞങ്ങൾക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഞങ്ങൾ സഭയിൽ പോവും, വിശ്വാസം കൊണ്ടല്ല, പേടിച്ചിട്ട് കാര്യങ്ങൾ നടക്കണ്ടേ. പക്ഷെ നീ ഇതറിഞ്ഞ നീ നിൻ്റെ കയ്യിൽ വെച്ചു, നീ അതുപോലെ ജീവിച്ചു, പക്ഷെ മറ്റുള്ളവർ നീ എന്തിനു നന്നാക്കാൻ പോകണം എന്ന് എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്. അതിന് എന്നോട് കുറേ തല്ലിടാറുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എസെക്കിയേൽ 3:18 ആ ഒരു വചനം കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് വിളിച്ച് പറയുന്നത്. അത് ദൈവം എന്നെ നിയോഗിച്ചിട്ടുള്ളതാണ്. ഇത് പറയുന്നത്. ഇത് പലവട്ടം തിരിഞ്ഞ് ഞാൻ പോയിട്ടുള്ളതാണ്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം തീരുമാനിക്കുന്നവർക്ക് ഇത് പക്ഷേ ദൈവം എന്നോട് വീണ്ടും നീ ഇത് സംസാരിക്ക്. ആർക്കെങ്കിലും ഇതിൽ നിന്ന് നല്ല ചിന്ത ഉൾക്കൊള്ളാനായാൽ ആ വ്യക്തിയെങ്കിലും ആത്മാവിന് രക്ഷിക്കാൻ സാധിക്കില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയണം. അപ്പോൾ എസെക്കിയേൽ 3:18 ദുഷ്ടനോട് നീ സത്യം അറിയിക്കാതെ അവൻ ദുർമാർഗം തുടർന്നാൽ മരണശേഷം അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കുന്ന കർത്താവ് പറഞ്ഞാണ്. ഞാനിത് പറയാതെ പോയാൽ, അവനത് അറിയാതെ പോയാൽ അവൻ്റെ രക്തത്തിന് ഞാൻ കണക്ക് പറയേണ്ടി വരും. എന്നാൽ നീ സത്യം അറിയിച്ചിട്ടും അവൻ വിട്ടുതിരിയുന്നില്ല എങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും, പക്ഷെ നീ നിന്റെ പ്രാണനെ രക്ഷിക്കും. അതിനാലാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്. കാരണം എനിക്ക് എൻ്റെ പ്രാണനെ, എൻ്റെ ആത്മാവിനെ രക്ഷിക്കണ്ടേ. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് യേശു എനിക്ക് ജീവനാണെന്ന് പറഞ്ഞ് കരഞ്ഞ് നോമ്പെടുത്ത് തകൃതിയായി അഭിനയിക്കുന്ന ഏതെങ്കിലുമൊക്കെ സഭയിൽ ഉൾപ്പെടുന്ന ക്രിസ്ത്യാനിയെ, നിന്നോട് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. യേശു ആ ക്രൂശിൽ മരിച്ചപ്പോൾ നിനക്ക് രക്ഷ കിട്ടി നീ വിളിച്ച് പറയണ്ടല്ലോ. എങ്ങനെയാണ് യേശു ആ ക്രൂശിൽ മരിച്ചപ്പോൾ നിനക്ക് രക്ഷ കിട്ടിയത്? എവിടെയോ നടന്ന കഥ പോലെയാണ് ക്രിസ്ത്യാനിക്ക്, അല്ലേ? അപ്പോൾ അന്ന് യേശുവ ക്രൂശിൽ മരിച്ചത് കൊണ്ട് നിനക്ക് എങ്ങനെ രക്ഷ കിട്ടി? പുതിയ നിയമം ക്രിസ്ത്യാനിക്ക് എന്നാണല്ലോ പറയുന്നത്. അപ്പം അത് ബൈബിളിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ പുതിയ നിയമം ക്രിസ്ത്യാനിക്ക് എന്ന്? ക്രിസ്ത്യാനി എന്നുള്ള വാക്കെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 8:8 വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും, പുതിയ നിയമം യഹൂദന് വേണ്ടിയിട്ടാണ്. ഒരു പുതിയ നിയമം നിന്റെ ഹൃദയത്തിൽ ഞാൻ നിക്ഷേപിക്കുന്നു എന്ന കർത്താവ് പറയുന്നത്. അപ്പം അതും നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അതൊക്കെ പോട്ടെ, നീ ആരാധിക്കുന്ന നിന്റെ ദൈവം ആരാണ്? നീ അത് ചിന്തിച്ചിട്ടുണ്ടോ? യഹൂദൻ്റെ ദൈവമല്ലേ? മനുഷ്യാവസ്ഥയിൽ യേശുവായെ ദൈവമായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നത്. അന്ന് മനുഷ്യാവസ്ഥയിലായിരുന്നപ്പോൾ ദൈവമായിരുന്നു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് സ്വർഗത്തിൽ ദൈവം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അവിടെ ദൈവം ഉണ്ടായിരുന്നു. ജ്ഞാനസ്നാന സമയത്ത് അവിടെ നമ്മൾ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവിനെ കണ്ടു, പിതാവിൻ്റെ സൗണ്ട് കണ്ടു, പുത്രനാണെന്ന് ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 3 ദൈവത്തെ കാണാൻ പറ്റിയില്ലേ? അപ്പം നിങ്ങൾ എന്താ പറയണേ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒക്കെ ദൈവമാണോ? അപ്പം 3 ദൈവമാണോ നിങ്ങൾക്ക്? ഈ 3 ദൈവം ത്രിത്വത്തിൽ ഏകത്വം, അല്ലേ? അങ്ങനെ എന്തോ സംഭവം അല്ലേ? ത്രിയേക ദൈവം അങ്ങനെയാണല്ലോ പഠിപ്പിക്കല്. അപ്പം നിങ്ങൾക്ക് 3 ദൈവം ഉണ്ടോ? അപ്പോൾ നീ വിശ്വസിക്കുന്ന ദൈവം ക്രിസ്ത്യാനിയാണോ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചിന്തിക്കുക. അല്ലല്ലോ, യഹൂദനല്ലേ? ഇങ്ങനെ 100 ചോദ്യങ്ങൾ നീ തന്നെ നിന്റെ ആത്മാവിനോട് ചോദിക്കേ. മനസ്സിലായോ? ഈ പുറപ്പാട് 20 10 പ്രമാണത്തിന് അത് നിങ്ങൾക്കറിയോ? അതിനെപ്പറ്റി ചോദിക്കേ. ഇനി പുതിയ നിയമം, അല്ലേ? പുതിയ ദൈവം വന്നു എന്നാൽ നിങ്ങൾ വിചാരിക്കും പുത്രൻ വന്നത് അപ്പം പറഞ്ഞൊക്കെ തെറ്റിപ്പോയി, അപ്പം അപ്പം പറഞ്ഞത് തെറ്റാണ്, നിങ്ങളിനി പുതിയ നിയമമാണ് നിങ്ങൾ അനുകരിക്കേണ്ടത്, പഴയ നിയമം അല്ല കേട്ടോ എന്ന് യേശു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മാറ്റം വരുത്തിയിട്ടുണ്ടോ ഈ 10 പ്രമാണത്തിന്? നിങ്ങൾ റെഡിയായിട്ടിരുന്നോ? ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. അതിനിടയ്ക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ ഒക്കെ ഞാൻ കുപ്പിയിലെ ഭൂതം പോലെ വന്ന് നിങ്ങളെ സുഖപ്പെടുത്തി, നിങ്ങളെ അത്ഭുതം കാണിച്ച് ഞാൻ വരാം എന്നൊക്കെയാണോ യേശുവ പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്കേ, ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കേ. ഞാൻ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ അല്ല.
ഞാനും നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു. ഇത് ജനിച്ചപ്പോൾ എനിക്കറിഞ്ഞ ഒരു രഹസ്യങ്ങളൊന്നല്ല. മനസ്സിലായോ? പുരോഹിതൻ പഠിപ്പിച്ചിരുന്ന വചനം മാത്രം വിശ്വസിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കണ്ട് എന്താ പറയുക, ബൈബിള് സ്വന്തം കയ്യിലിരുന്നിട്ടും വായിക്കുമെന്ന് ചോദിച്ചാൽ വായിക്കും. അത് പുരോഹിതൻ പറഞ്ഞ കുറച്ച് ഇതുകൾ അല്ലെങ്കിൽ തത്തമ്മ ചീട്ടെടുക്കണമെന്നും വായിക്കും. അതിലെന്താ പറയുക, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞാനും. സഹിച്ചും പൊറുത്തും ചീത്തവാക്കൊന്നും പറയാതെയും ഒരു ചെകിടത്തടിച്ചാൽ മറു ചെകിട് കാണിച്ചു കൊടുത്തും കൂടുതൽ ജോലിക്കിട്ടാലും അതൊക്കെ സഹിച്ചും ദൈവം അവരോട് ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെയൊക്കെ അറിയാതെ പോലും അഭിനയിച്ച് ജീവിച്ച ഒരു വ്യക്തിയുമായിരുന്നു ഞാനും. മനസ്സിലായോ? പക്ഷെ ഇപ്പോൾ ഈ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ, എനിക്ക് മനസ്സിലായപ്പോൾ, അത് ഗ്രഹിക്കാൻ എനിക്ക് പറ്റിയപ്പോൾ, എൻ്റെ ദൈവം എന്നെയും കൂടെ കണ്ടപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. ഈ രക്ഷ നിങ്ങൾക്ക് വേണോ? നിങ്ങളിത് മനസ്സിലാക്കുക, നിങ്ങൾ ഗ്രഹിക്കുക, ആത്മാവിൽ ഗ്രഹിക്കുക. മനസ്സിലായി? നിങ്ങൾ യഹൂദന്മാർ യേശുവായെ ക്രൂശിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. റോമാക്കാരാണ് യേശുവായെ ക്രൂശിച്ചത്, ശരിയാണ്. യഹൂദന്മാർ കുറ്റം വിധിച്ചു. അതെന്തുകൊണ്ടാ? യഹൂദന്മാർ അവർ ദാവീദ് ഗോത്രത്തിൽ വന്ന ഒരു രാജാവിനെ ആയിരുന്നു അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. മാനുഷികമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ഒരു രാജാവ് ദാവീദിന്റെ ഗോത്രത്തിൽ വരും എന്നാണ് പ്രതീക്ഷിച്ചത്. അതൊരു സാധാരണ മനുഷ്യനായിട്ട് യേശു വന്നല്ലേ, കാലിത്തൊഴുത്തിൽ ജനിച്ചിട്ട് ദരിദ്രനായ ഒരു മനുഷ്യനായിട്ട്. അപ്പം അങ്ങനത്തെ കൺസെപ്റ്റ് അവർക്ക് കാണാൻ പറ്റിയില്ല. അതാണ് അവരുടെ തെറ്റ്. എന്നാൽ ഈ യഹൂദന്മാരിൽ ആത്മീയമായി മനസ്സിലാക്കിയവര്, ശിഷ്യന്മാരെ പോലുള്ളവർ, അവരാണ് യേശുവായിൽ വിശ്വസിച്ചത്. അപ്പം അതുപോലെ ഈ 7ാം കാഹളം മുഴങ്ങാനിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഈ സത്യങ്ങൾ ദൈവം അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ വായിലൂടെ ആയാലും പലരും നിങ്ങളിത് കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ കണ്ടു എന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ, നീ ആരാധിക്കുന്ന ദൈവം യഹൂദൻ്റെ ദൈവമാണ്. നീ വായിക്കുന്ന ബൈബിള് എഴുതിയത് യഹൂദനാണ്. ദൈവം ഭൂമിയിൽ വന്ന് പിറന്നതും ഒരു യഹൂദനായിട്ടല്ലേ? യേശുവായുടെ ശിഷ്യന്മാർ, അമ്മ, ഫ്രണ്ട്സ് എന്ന് സഹോദരര് എല്ലാവരും യഹൂദന്മാരല്ലേ? യേശുവായുടെ ഭാഷയും ഹീബ്രു ഭാഷയായിരുന്നു. അല്ലാതെ അറമായ ഭാഷ എന്നൊക്കെ പറഞ്ഞ് തെറ്റായി പഠിപ്പിക്കുക, അത് ബാബിലോണിൻ്റെ ഭാഷയാണ്. അപ്പോൾ യഹൂദന്മാരുടെ ഭാഷയായി ഹീബ്രു ആണ് യേശുവായും സംസാരിച്ചിരുന്നത്. പഴയ നിയമവും പുതിയ നിയമവും എഴുതിയതും എഴുതപ്പെട്ടതും എല്ലാം യഹൂദന് വേണ്ടിയായിരുന്നു. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നതും മരിച്ചതും യഹൂദന് വേണ്ടിയിട്ടാണ്. ബൈബിളിൽ ഒരിടത്തും ക്രിസ്ത്യാനി എന്ന വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇനി അപ്പം നിങ്ങൾ പറയാണ്, ക്രിസ്തുവിനെ അനുകരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ക്രിസ്ത്യാനി എന്ന പേര് കിട്ടിയതെന്ന് പറയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ, യേശുവ 5 കോടതിയിൽ വിചാരണ ചെയ്തിട്ടും യഹൂദന്മാരുടെ നിയമങ്ങൾ പാലിച്ചിരുന്നില്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്തെന്നാ? ഈ ശബാത്ത് ഉൾപ്പെടെയുള്ള ഈ 10 പ്രമാണങ്ങളും, പഴയ നിയമത്തിലെ 10 പ്രമാണങ്ങളും അനുസരിച്ച് യേശുവ ജീവിച്ചിരുന്നു. ആ ജീവചരിത്രമാണ് പുതിയ നിയമം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ യേശുവായ നിങ്ങൾ അനുകരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് ക്രിസ്ത്യാനി എന്ന് പേര് കിട്ടിയെങ്കിൽ, നിങ്ങൾ എന്തുകൊണ്ട് യേശുവ പാലിച്ച് ഈ 10 പ്രമാണങ്ങൾ നിങ്ങൾ പാലിക്കാത്തേ? മനസ്സിലായോ? അതുപോലെ നിങ്ങളെപ്പോലെ പ്രതികരണ ശേഷിയില്ലാത്ത ഒരു മണ്ണുണ്ണിയായിട്ടല്ല യേശുവ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. മനസ്സിലായോ? യാക്കോബിൻ്റെ ദൈവം തെരഞ്ഞെടുത്ത 12 ഗോത്രത്തിലെ യൂദാ ഗോത്രത്തിൽപ്പെട്ട ഒരു ബാലസിംഹം. ഉൽപ്പത്തി 49:9 വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കേൾക്കാം, യൂദയോട് പറയാണ്, കുനിഞ്ഞ് പതുങ്ങിക്കിടന്ന സിംഹം പോലെയാണ് നീ എന്ന് യൂദയോട് പറഞ്ഞിരിക്കുക. ഒന്ന് ഓർക്കണം, പതുങ്ങിക്കിടന്നാലും സിംഹം തന്നെയല്ലേ? ആടാണോ? അല്ലല്ലോ. അപ്പം നീ ആരാധിക്കുന്ന ദൈവം ആരാണ്? ഇസ്രായേലിൻ്റെ ദൈവം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ആരാണ് നീ? മകള് അല്ലെങ്കിൽ മകൻ അല്ലേ? അപ്പോൾ പിന്നെ ഇസ്രായേൽ ആരാ? നിൻ്റെ സഹോദരന്മാരല്ലേ? നിങ്ങൾ ആരാണെന്നറിയോ? ജാതികളാണെന്നേ. ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിച്ചിരുന്ന ജാതികളുണ്ടായിരുന്നു. അതായത് സമരിയക്കാർ, നിനവേക്കാരൊക്കെ. അപ്പം ആദ്യമായിട്ട് ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിച്ചിരുന്ന ജാതികളുടെ അടുത്തേക്ക് ദൈവം അയച്ചത് യോനാ പ്രവാചകനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവത്തെ ഏറ്റുപറഞ്ഞ ജാതികളാണ് നമ്മൾ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാണ്ട് ബൈബിളിൽ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത് നിങ്ങളെയാണെന്നുള്ള പഠിപ്പീര് തെറ്റാണ്. അതിൽ പറയുന്നത് അങ്ങനെ തന്നെയാണ് ശരി. നിങ്ങൾ ഇസ്രായേൽക്കാരല്ല, നിങ്ങൾ ജാതികളാണ്.
യേശുവ തന്നെ പറഞ്ഞിട്ടുണ്ട് മത്തായി 10:5 ഈ 12 ശിഷ്യന്മാരെയും അയച്ചപ്പോൾ യേശുവ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്ക് പോകൂന്ന്. അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയാണ്, നിങ്ങൾ ജാതികളുടെ അടുത്തേക്ക് പോകരുതെന്ന്. മനസ്സിലായോ? അപ്പം ജാതികളായ നമുക്ക് രക്ഷ കിട്ടിയെങ്കിൽ അത് ദൈവത്തിൻ്റെ അതിരറ്റ കരുണയാണെന്നേ. അത് നിന്റെ അവകാശമല്ല. മനസ്സിലായോ? അത് നിനക്ക് കരുണ കിട്ടിയത് കൊണ്ടാണ്. അപ്പോൾ മകനായ നീ അറിഞ്ഞിരിക്കണം നിന്റെ അപ്പൻ മരിച്ചത് എങ്ങനെ, നിനക്ക് വേണ്ടി നിന്റെ അപ്പൻ മരിച്ചത് എങ്ങനെയാണെന്ന്. വെറുതെ വായ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി യേശുവ ക്രൂശിൽ മരിച്ചു എന്നല്ല, അതിൻ്റെ മർമ്മം നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ അധികം ആരും അതിൽ കേട്ടിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഈ മർമ്മം വീണ്ടും ഞാൻ നിങ്ങളോട് എടുത്തു പറയുന്നത്. ഒടുവിൽ അന്ത്യകാലത്ത് നിങ്ങൾ വചനം അന്വേഷിക്കുന്ന സമയത്ത് വചനം കിട്ടില്ല. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ദൈവം എന്നത് ഒരു ആത്മാവാണ്. അതിനൊരു രൂപത്തിൽ ഒതുക്കി നിർത്താൻ നിങ്ങളെ കൊണ്ടാവില്ല. ദൈവം അരൂപിയാണ്. ചിന്തിച്ചപ്പോൾ തന്നെ എല്ലാം ഉണ്ടായി. അപ്പം ലോക സ്ഥാപനത്തിന് മുൻപേ ലോക അവസാനം വരെ ദൈവത്തിൻ്റെ ചിന്തയിലുണ്ടായിരുന്നു. എന്നെയും നിന്നെയും അവിടുന്ന് കണ്ടു. മനസ്സിലായി? ചില മണ്ടന്മാർ പറയണ കേട്ടിട്ടില്ലേ, സാത്താൻ എന്തിനാ ദൈവം സൃഷ്ടിച്ചേ? ഈ സാത്താൻ കാരനല്ലേ ഈ ഏതൻ തോട്ടത്തിൽ നിന്ന് നമുക്കൊക്കെ പുറത്ത് പോരേണ്ടി വന്നേ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതൻ തോട്ടത്തിൽ സുഖമായിട്ട് കഴിയായിരുന്നു എന്നൊക്കെ അല്ലേ. അതൊക്കെ എന്ത് മണ്ടൻ ക്വസ്റ്റ്യൻസാ. നിങ്ങൾ എപ്പോഴും ദൈവത്തെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിയമപ്രകാരം ദൈവം അങ്ങനെയാണ്, നിയമങ്ങളിലൂടെ ദൈവം ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. എല്ലാവരും നിയമവശം നോക്കിയിട്ടാണ് ദൈവം പ്രവർത്തിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ ദൈവത്തിന് ഒറ്റയടിക്ക് സാത്താനെ കൊല്ലാനുള്ള കഴിവില്ലേ? മനസ്സിലായി? അപ്പോൾ എല്ലാം നിയമപ്രകാരമാണ് ചെയ്തത്. അതിനൊക്കെ അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ എന്ന് പറയണ പോലെ തന്നെ. മനസ്സിലായ? അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ആ വെട്ടേറ്റ ദൂരൻ അവനായിരുന്നു സാത്താൻ. അപ്പം സാത്താൻ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ, ഇത് ഞാൻ പലാവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, അൺകോൺഷ്യസ് മൈൻഡ് അവൻ്റെ കട്ട് ചെയ്തു. അപ്പോൾ പിന്നെ അവന് ദൈവം എന്താണ് ചിന്തിക്കുന്നതെന്ന് അവന് അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഈ സാത്താൻ കയ്യിനെ കൊണ്ട് ആബേലിനെ കൊല്ലിച്ച് ലോകത്തിൻ്റെ അധികാരവും ആധിപത്യവും കൈക്കലാക്കിയപ്പോൾ ദൈവം ഈ സാത്താനെ തോൽപ്പിക്കാൻ ഒരു പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു. മനസ്സിലായോ? ഒരു ട്വിസ്റ്റഡ് സന്തതി. മനസ്സിലായി? ഇത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അന്നത്തെ ഏദൻ തോട്ടമാണ് ഇന്നത്തെ ജെറുസലേം. സാത്താന് കൈയടക്കി വാഴാൻ കഴിയാതിരിക്കുന്ന ഈ ഭൂമിയിലെ ഏക സ്ഥലമാണ് ജെറുസലേം. അതുകൊണ്ടാണ് യേശുവ പറഞ്ഞേ, നിങ്ങൾക്കിടയിൽ ദൈവരാജ്യമായിരിക്കുന്നു എന്ന്. മനസ്സിലായോ? ഇപ്പം സാത്താൻ ആദത്തിനെയും ഹവ്വായെയും കൊണ്ട് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചൂലേ? അവർ ചെയ്തത് തെറ്റാണ്, ഒരിക്കലും പാപമല്ല. പാപം ചെയ്തത് കടിഞ്ഞൂൽ സന്താനമായ കയീൻ, ആബേലിനെ കൊന്നതിലൂടെ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചപ്പോൾ, അവർ തെറ്റ് ചെയ്തപ്പോൾ ദൈവം ശപിച്ചല്ലേ അന്ന്. ആരെയൊക്കെ ശപിച്ചു? സർപ്പത്തെ ശപിച്ചു, സ്ത്രീയെ ശപിച്ചു അല്ലേ. സർപ്പത്തിനോട് പറഞ്ഞു നീ ഇഴഞ്ഞ് പൊടിമണ്ണ് തിന്നെന്ന് പറഞ്ഞു അല്ലേ. സ്ത്രീയോട് എന്താ പറഞ്ഞത്? നിന്റെ സന്തതി അവൻ്റെ തല തകർക്കും എന്നാ പറഞ്ഞ, സാത്താൻ്റെ തല തകർക്കും. അപ്പം ഈ വചനമാണ്, ഈ പറഞ്ഞ വചനം, നിന്റെ സന്തതി അവൻ്റെ തല തകർക്കും. ആ വചനമാണ് മാംസമായിട്ട് യേശുവ ആയിട്ട് ഭൂമിയിൽ വന്ന് ജനിച്ചത്. മനസ്സിലായോ? അപ്പം ആ വചനമാണ് ഉണ്ടായത്. അങ്ങനെയാണ് യേശുവ ക്രൂശിൽ സാത്താൻ്റെ തല തകർത്തത്. ആ കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പം അവിടെ അത്തിമരത്തിനെ ശപിച്ചിട്ടില്ല. മനസ്സിലായോ? അത്തിമരത്തിനെ ശപിച്ചത് എപ്പോഴാണ്? യേശുവ ആയി വന്നതിന് ശേഷം. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് യേശുവായി വന്നതിന് ശേഷം, നിങ്ങൾക്കറിയാലോ അല്ലേ, ഒരു ദിവസം അതിൽ ഫലമുണ്ടോ എന്ന് അന്വേഷിച്ച് ശിഷ്യന്മാരോടെ ചെന്നപ്പോൾ കാണാത്തതിനാൽ യേശുവ ഈ അത്തിമരത്തെ ശപിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് അന്ന് ശപിക്കാതിരുന്നത്? അന്ന് ശപിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാലേ, ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് അത്തിമരത്തോടാണ് ബൈബിളിൽ എല്ലായിടത്തും ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് അത്തിമരത്തെ ശപിച്ചിരുന്നെങ്കിൽ ഇസ്രായേലിനെ ശപിക്കുന്ന പോലെ ആയേനെ. അപ്പോൾ ഈ ശാപം പേറിയ ഇസ്രായേൽ സന്തതികളിൽ യേശുവാക്കി ദൈവത്തിന് വന്ന് പിറക്കേണ്ടിയിരുന്നു. പിറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അന്ന് ദൈവം അത്തിമരത്തെ ശപിക്കാതെ യേശുവായി വന്നതിന് ശേഷം ഈ അത്തിമരത്തെ ശപിക്കുന്നത്. അല്ലാതെ അവിടെ ഒരു കാരണമില്ല നമ്മൾ കാണാല്ലേ, അതിൽ പഴമുണ്ടാകുന്ന കാലമല്ല. എന്നിട്ടും യേശു അതിനെ ശപിച്ചെന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പം അതിന് കാരണം ഇതാണ്.
മനസ്സിലായോ? അങ്ങനെ വചനം മാംസമായി വന്ന യേശുവ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ബോധ്യം വരണം, ഒരിക്കലും ദൈവമായിട്ടല്ല ജീവിച്ചത്, ഒരു യഹൂദനായ ശ്രേഷ്ഠനായ മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. ആ വ്യൂവിൽ പുതിയ നിയമം വായിച്ചാലേ നിങ്ങൾക്ക് ത്രിയേക കൺസെപ്റ്റ് എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. 1 തിമോത്തിയോസ് 2:6 വായിച്ചു. എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ കൊടുത്ത മനുഷ്യനായ യേശുവ എന്ന് അവിടെ പറയണേ. മനസ്സിലായി? അപ്പൊ പ്രകടമാണ്, യേശുവ മനുഷ്യനായിട്ടായിരുന്നു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. പിന്നീട് സ്വർഗാരോഹണം കഴിഞ്ഞതിന് ശേഷമാണ് യഹോശുവ മശിയാഹായത് കേട്ടോ. അപ്പൊ അതുവരെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തനി മനുഷ്യൻ, നമ്മെപ്പോലെ തന്നെ പാപത്തിലൊഴികെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്ന വചനം പറയുന്നത്. നമ്മെപ്പോലെ തന്നെ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനായിട്ടാണ് യേശുവ ഭൂമിയിൽ ജീവിച്ചിരുന്നത്, അല്ലാതെ ദൈവമായിട്ടല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് സ്വർഗത്തിലാണ് അപ്പോൾ ദൈവം ഉണ്ടായിരുന്നത്. പിതാവായ ദൈവം, ഒരു ദൈവമുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, അതാണ് പരിശുദ്ധാത്മാവ്. അപ്പം നമുക്ക് ആ ജ്ഞാനസ്നാന വേളയിൽ ആലോചിച്ച് നോക്കി, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അപ്പനായ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ, ഈ പ്രാവിൻ്റെ രൂപത്തിൽ വന്നു അല്ലേ. മനുഷ്യനായ പുത്രനാണ് യേശുവ. അപ്പം നമുക്ക് ആ ഏക കൺസെപ്റ്റ് വരും, ത്രിയേക കൺസെപ്റ്റ് വരില്ല. ഇനി ഗെത്സമൻ തോട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, പിതാവിനോട് പ്രാർത്ഥിച്ചല്ലേ, അത് ശരിയാണ്. യേശുവ മനുഷ്യനല്ലേ, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ശരിയായില്ലേ? അതുപോലെ പലയിടത്തും നമ്മൾ ക്രൂശിൽ വെച്ചിട്ട് യേശുവ പറഞ്ഞില്ലേ, പിതാവേ എനിക്ക് പറ്റുന്നില്ല, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീക്കണേ. ഇത് ക്രൂശിൽ യേശുവ അങ്ങനെ പറഞ്ഞത് എനിക്ക് പിറ്റേ ദിവസം ഇങ്ങനെ കുരിശ് ചുവന്ന് ഇതുപോലെയൊക്കെ അനുഭവിക്കേണ്ട വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ടല്ല യേശുവ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണേ എന്ന് തലേ ദിവസം ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിച്ചത്, രക്തം വിയർത്തത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ലേ? ദൈവം അത്രയ്ക്ക് ഭയമുള്ളവനായിരുന്നില്ല യേശുവ. യേശുവ എന്തുകൊണ്ടാ? അതായത് പാപം, ഈ എല്ലാവരുടെയും പാപം പേറിക്കൊണ്ടൊരു കിടപ്പ് കിടന്നു ക്രൂശിൽ. ആ സമയത്ത് ദൈവത്തെ കാണാൻ പറ്റില്ല. പാപമായി പേറിക്കൊണ്ടു കിടന്ന ഈ മനുഷ്യൻ്റെ അല്ലെങ്കിൽ യേശുവായെ ദൈവത്തിന് അപ്പോൾ കാണാൻ സാധിക്കില്ല. ദൈവത്തെ കാണാതിരിക്കുന്ന ഒരവസ്ഥ, അത് സഹിക്കാൻ പറ്റില്ല. അൺസഹിക്കബിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെ ആലോചിച്ചിട്ടാണ് ദൈവം കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചത്. പിറ്റേന്ന് ക്രൂശിൽ വെച്ച് യേശുവ പറയുന്നില്ലേ, ഹീബ്രു ഭാഷയിൽ പറയുന്നില്ലേ, അപ്പാ എന്നെ കൈവെടിഞ്ഞോ. മനസ്സിലായോ? അപ്പോൾ ഇരുട്ടായിരുന്നില്ലേ? ആ ഒരു നിമിഷത്തേക്ക് ലോകം മൊത്തം ഇരുട്ടായി എന്ന് പറയുന്നില്ലേ? അതെന്തുകൊണ്ടാ? പാപം പേറിക്കിടന്ന ആ സമയത്ത്, പാപം വന്നപ്പോൾ യേശുവാക്കി സ്വന്തം അപ്പനായ ദൈവത്തിനെ കാണാൻ പറ്റാതിരുന്ന ആ അവസ്ഥ, അത് കാണിക്കാനാണ് ആ ഇരുട്ട് വന്നത്. മനസ്സിലായോ? അപ്പം ആ അവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നാണ് യേശുവ പ്രാർത്ഥിച്ചത്. അപ്പം അവിടെയൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാകണമെങ്കിൽ യേശുവ മനുഷ്യനായിരുന്നു എന്ന സത്യം മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ ചോദിക്കുക, യേശുവ കുറേ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലേ, മരിച്ചവരെ വരെ പുനർജീവിപ്പിച്ചില്ലേ? നിങ്ങൾ ഒന്ന് ചിന്തിക്ക്, പ്രവാചകന്മാരും അങ്ങനെ ചെയ്തിട്ടില്ലേ? ശിഷ്യന്മാരും അങ്ങനെ ചെയ്തിട്ടില്ലേ? മരിച്ചവർ ഉയർപ്പിച്ചിട്ട് വരെയുണ്ട്. അപ്പം അവരൊക്കെ ഈ അത്ഭുതങ്ങൾ ചെയ്തത് എങ്ങനെയാ? അപ്പം അതായത് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ യേശുവ ദൈവവുമായിട്ട് ഒരു പിതാവ് പുത്രൻ ഗാഢമായ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് യേശുവ പറഞ്ഞത്, കടുകുമണിയോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന്. മനസ്സിലായോ? അപ്പൊ വിശ്വാസം മൂലമാണ് അത് സംഭവിച്ചത്, അല്ലാതെ ദൈവമായിരുന്നത് കൊണ്ടല്ല. അപ്പോഴാണ് ഏക സത്യ ദൈവം എന്നത് സത്യമാകുന്നത്. മനസ്സിലായോ? യേശുവ തന്നെ പറഞ്ഞല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന പറഞ്ഞപ്പോൾ ദൈവം ഏകനാണ് അല്ലേ, ദൈവനാമവും ഏകമാണ്. ദൈവനാമം കേൾക്കുമ്പോൾ പിശാചു പോലും, അല്ലെങ്കിൽ ദൈവം ഏകനാണെന്ന് കേൾക്കുമ്പോൾ പിശാചു പോലും വിറയ്ക്കുന്നു എന്ന് യേശുവ പറഞ്ഞല്ലേ. ഇനി നല്ല ഗുരുവേ എന്ന് വിളിച്ച് നിയമത്തിനോട് യേശുവ എന്താ പറഞ്ഞേ? നല്ല ഗുരു, നല്ലവൻ ദൈവം മാത്രമേ ഉള്ളൂ എന്ന്. അല്ലാതെ ഞാൻ ദൈവമാണെന്ന് യേശുവ ഈ ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ ഒരു കരണത്തടിക്കുന്നവനെ മറുകരണം കാണിച്ചു കൊടുക്കാൻ യേശുവ പറഞ്ഞത് സഹോദരരോടാണ്. അന്ന് 12 ഗോത്രത്തിൽ ഈ 2 ഗോത്രങ്ങൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ.
10 ഗോത്രങ്ങൾ ചിതറിക്കപ്പെട്ട് കിടക്കായിരുന്നു. അത് മാത്രമല്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ശത്രുക്കളുമായിരുന്നു അന്ന്. അപ്പം അതുകൊണ്ടാണ് യേശുവ പറഞ്ഞത്, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ ക്ഷമിക്കണം, അവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നീ ഒരു കരണം മറ്റേ കരണമൊക്കെ കാണിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞത് സഹോദരനോടാണ്. മനസ്സിലായി? അപ്പം ആരാണ് സഹോദരൻ എന്നും യേശുവ പറയുന്നുണ്ട്. അതായത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും. അതെപ്പോഴാണ് പറയണത്? നിൻ്റെ അമ്മയും സഹോദരനും ഇതേ പുറത്തു വന്ന് നിൽക്കണമെന്ന് യേശുവ പറഞ്ഞപ്പോൾ യേശുവ പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും. അപ്പം എന്താ മാതാവും അവരൊന്നും ഈ സഹോദരരും അമ്മയൊന്നും ആയിരുന്നില്ലേ? പക്ഷേ യേശു അവിടെ അത് എടുത്തു പറയാൻ കാരണം ആത്മീയമായ സഹോദരര്, അതായത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് ആത്മീയമായ സഹോദരർ. അത് ജഡികമായ സഹോദരര് അല്ല. അല്ലാതെ മാതാവ് ദൈവത്തിൻ്റെ പരിജ്ഞാനം ഇല്ലാതിരുന്ന എന്നല്ല പറഞ്ഞത് അവിടെ അർത്ഥമാക്കുന്നത്. അത് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അവിടെ ആ ഒരു വചനം ദൈവം പറഞ്ഞത്, യേശുവ പറഞ്ഞത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് സാത്താനാണ് വന്ന്, അത് സ്വന്തം ജഡികനായ സഹോദരൻ്റെ രൂപത്തിലായാലും സാത്താൻ വന്ന് ആണ് നമ്മുടെ മുഖത്ത് ആവശ്യമില്ലാതെ അടിക്കുന്നതെങ്കിൽ ദൈവവചനം കൊണ്ടായാലും എല്ലാതെയും നമ്മൾ തിരിച്ചടിക്കണം, മറുകരണം കാണിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? അണലി സന്തതികളെ, സർപ്പസന്തതികളെ എന്നൊക്കെയാണ് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പ്രവാചകന്മാർ വിളിച്ചത്. എൻ്റെ ആലയം നിങ്ങൾ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റരുതെന്ന് പറഞ്ഞത് വളരെ സൗമ്യനായിട്ടാണോ യേശുവ പറഞ്ഞെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കണേ? അയ്യോ, നിങ്ങൾ എൻ്റെ ആലയം നിങ്ങൾ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റല്ലേ, ഇങ്ങനെയാണോ പറഞ്ഞത്? അല്ലല്ലോ, ചാട്ടവാറെടുത്ത് അടിക്കുക ചെയ്തത്. മനസ്സിലായോ? അപ്പം അത് സൗമ്യമായിട്ടുള്ള യേശുവയാണോ നിങ്ങൾ കണ്ടത്? അതുപോലെ പത്രോസ്ലീഹ യേശുവായുടെ ക്രൂശുമരണത്തെ പറ്റി അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവനെ ശാസിച്ചു, സാത്താനെ എന്ന് പറഞ്ഞിട്ട് അല്ലേ? അല്ലാണ്ട് സാത്താനെ അങ്ങനെയാണ്. അങ്ങനെ സൗമ്യനായ ഒരു യേശുവായ എല്ലാം നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനിക്ക് യേശുവായുടെ യഥാർത്ഥ മുഖം അറിയില്ല എന്ന്. സൗമ്യനായിട്ടല്ല യേശുവ മരുഭൂമിയിൽ പരീക്ഷണ സമയത്ത് യേശുവായെ പരീക്ഷിച്ചപ്പോൾ സാത്താന് ദൂരെ പോടാന്നാ പറയുന്നത്, നിന്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെയൊക്കെ സൗമ്യമായിട്ട് സാത്താനെ നീ പോ എന്നൊന്നല്ല പറഞ്ഞത്. മനസ്സിലായി? നിങ്ങളത് മനസ്സിലാക്ക്. സാത്താൻ നിറഞ്ഞ മനുഷ്യര് ചെളിയും ഒക്കെയാണ് വാരി വീക്ക, വായ കൊണ്ട് നാവ് കൊണ്ട്, അത് അവൻ്റെ സ്വഭാവമാണ്. അങ്ങനെ വരുമ്പോൾ ആ ചെളി തന്നെ എടുത്ത് നിങ്ങൾ ആ സാത്താൻ്റെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കണം. ഞാൻ ഇത് മുൻപ് പറഞ്ഞപ്പോൾ പലരും എന്നോട് ചോദിച്ചു, അയ്യോ സഹോദരി ദൈവവചനം പറയണമെന്ന് അക്കൗണ്ട് ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റണേന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആത്മീയതയ്ക്ക് നിങ്ങൾ തന്നെ ഒരു വട്ടം വരച്ച് വെച്ചേക്കുക. ആ ഒരു അതിർവരമ്പിന് അപ്പുറത്തേക്ക് കിടക്കാൻ പാടില്ല. ക്രിസ്ത്യാനിയെ നിങ്ങൾ അഭിനയിക്കുകയാണ്, നിങ്ങൾ അറിയാതെ തന്നെ അഭിനയിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആകാൻ പാടുള്ളൂ ആത്മീയർ എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാണ്. മനസ്സിലായ? കണ്ണ് തുറന്ന് നിങ്ങളുടെ ദൈവവചനം വായിക്കി, ഈ പഴയ നിയമം പുതിയ നിയമം ഒക്കെ നിങ്ങൾ വായിക്കി. അപ്പം അങ്ങനെയാണ് യേശുവ ജീവിച്ചിരുന്നത്. ഇനി യേശുവായുടെ ക്രൂശ് മരണത്തെ പറ്റി പറയാം. അതും നിനക്ക് വേണ്ടിയല്ലായിരുന്നു, യഹൂദന് വേണ്ടിയായിരുന്നു. പക്ഷെ ജാതിയായ നിനക്ക് രക്ഷയുണ്ട്. അതെങ്ങനെയാണ് എന്നാണ് ഞാൻ നിനക്ക് പറയാൻ പോകുന്നത്. അതായത് യഹൂദനെ അതിശയിക്കുമാറ് ഒരു വിശ്വാസം നീ കാത്തു സൂക്ഷിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്. ഇനി നിന്നെയും രക്ഷിച്ചിട്ടുണ്ട്, ജാതിയായി നിന്നെ രക്ഷിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ക്രൂശ് മരണത്തിലൂടെ നിന്നെ രക്ഷിച്ചതെന്നാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത്. അതായത് സാത്താൻ ലോകത്തിൻ്റെ അധികാരത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും താക്കോൽ എങ്ങനെ കൈക്കലാക്കിയത്? കയീനെ കൊണ്ട് ആബേലിനെ കൊല്ലിച്ച് പാപം ചെയ്യിപ്പിച്ച്, അങ്ങനെ അന്ന് മുതൽ പാപം റൂളറായി ഈ ലോകത്തിൻ്റെ. അപ്പോൾ പിന്നെ ഏതൊക്കെ നീതിമാന്മാർ നന്മ ചെയ്താലും തിന്മ ചെയ്താലും അവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. കാരണം ആരാണ്? പാപമാണ് റൂളറായിരിക്കുന്നത്. സാത്താനാണ് ഈ ലോകത്തിൻ്റെ ദൈവമായിരിക്കുന്നത്, രാജാവായിരിക്കുന്നത്. അപ്പം അവൻ നിശ്ചയിക്കും നിന്നെ നരകത്തിൽ കൊണ്ടുപോകാൻ. അപ്പം എങ്ങനെയാണ് ഈ നീതിമാന്മാരായി ജീവിച്ചിരുന്നവരെ, ഈ അബ്രാഹം, ആദം, അങ്ങനെ 12 ഈ ഗോത്രത്തിൽപ്പെട്ട അവിടുന്ന് തുടങ്ങിയിട്ടാണ് ദൈവം ഈ ട്വിസ്റ്റഡ് സന്തതിയെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇസഹാക്കിലൂടെ. മനസ്സിലായോ? ഇസഹാക്കിലൂടെ, അതായത് 12 ഗോത്രങ്ങളെ ഉണ്ടാക്കിയിട്ട് ഇസഹാക്ക് ഒരു ട്വിസ്റ്റഡ് സന്തതിയാണ്. ഇതിനെപ്പറ്റി ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലേ? വന്ധിയായിരുന്ന സാറയ്ക്ക് ഇസഹാക്ക് ജനിച്ചത് ഒരു ട്വിസ്റ്റഡ് സന്തതിയായിട്ടാണ്. അപ്പോൾ ഈ ഇസഹാക്ക് കഴിഞ്ഞ് യാക്കോബിൻ്റെ 12 മക്കളെ, ഈ 12 ഗോത്രങ്ങളിൽ ഉള്ളവരെ ആണ്
യേശുവാക്കി രക്ഷിച്ചത്. ക്രൂശു മരണം വഴി. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിൽ മുൻപ് ഉണ്ടായിരുന്ന നീതിമാന്മാരായിരുന്നു ആദം, നോഹ, അബ്രാഹം, അങ്ങനെയുള്ളവരൊക്കെ. അപ്പം അങ്ങനെയുള്ളവർ പാപത്തിൻ്റെ റൂളറിൽ നരകം കാത്തു കിടക്കുകയായിരുന്നു. മനസ്സിലായോ? ഇനി ആദ്യം തന്നെ ഞാൻ പറയാം, ക്രൂശിൽ സംഭവിച്ചത് 2 സംഭവങ്ങളാണ്. ഒന്ന്, യഹൂദരെ യേശുവ രക്ഷിച്ചു. 2, ഈ നീതിമാന്മാരെ, ഈ 12 ഗോത്രത്തിന് മുൻപുണ്ടായിരുന്ന നീതിമാന്മാരെയും അതിൻ്റെ കൂടെ ജാതികളായ നിങ്ങളെയും രക്ഷിച്ചു. അതെങ്ങനെയാണെന്ന് പറയാൻ പോകുന്നത്. അതായത് യഹൂദന്മാരെ, അതായത് ദൈവം അന്ന് കൊടുത്ത ആ നിയമങ്ങളുണ്ടല്ലോ മോശയ്ക്ക്, അതനുസരിച്ച് ലേവ്യരുടെ പുസ്തകം വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ ആണ്ടുതോറും യഹൂദന്മാരുടെ പാപത്തിന് പരിഹാരമായിട്ട് ഇവർ 2 ആടുകളെ മാറ്റി നിർത്തി. ഇതിനെപ്പറ്റി ഒരു വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടെ ഇവിടെ ചേർക്കാം, നിങ്ങളത് കാണും. അതായത് അപ്പോൾ ഈ 2 ആടുകളിൽ അവർ ഒരാടിനെ യഹൂദന്മാരുടെ എല്ലാ പാപങ്ങളും തലയിൽ അഹ്റം വെച്ച് പ്രാർത്ഥിച്ച് അത് ഏറ്റിക്കൊടുത്ത് മരുഭൂമിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ ആടിനെ ഇവർ 2 പേരുടെയും ആടിൻ്റെ കൊമ്പുകളിൽ ഒരു ചുവന്ന റിബൺ കെട്ടിയിട്ടുണ്ടാകും. ഈ മരുഭൂമിയിലേക്ക് ആനയിച്ച ആടിനെ അവർ കൊണ്ടുപോയി മുകളിൽ നിന്ന് തട്ടിയിടും. മനസ്സിലായോ? ഇനി മറ്റേ ആടിൻ്റെ കൊമ്പിനെ ഇവർ ചുവന്ന റിബൺ കൊണ്ട് ബലിപീഠം കൂടെ കെട്ടി വെച്ചിട്ടുണ്ടാവും, ബന്ധിപ്പിച്ചുകൊണ്ട്. മനസ്സിലായോ? അങ്ങനെ പാപങ്ങൾ ഏറ്റി നിൽക്കുന്ന കുഞ്ഞാട്. മനസ്സിലായോ? അപ്പോൾ ഈ മുകളിൽ നിന്ന് പൊട്ടിത്തെറിച്ച് ചാവുന്ന ആ ആടുണ്ടല്ലോ, ഈ എല്ലാ പാപങ്ങളും വഹിച്ചുകൊണ്ട് ഈ മരുഭൂമിയിലേക്ക് വിട്ടിട്ട് ആ ആട് പൊട്ടിച്ചിതറി ചാവുമ്പോൾ അതോടൊപ്പം തന്നെ ആ 1 വർഷത്തെ യഹൂദന്മാരുടെ എല്ലാ പാപങ്ങളും ചിതറിക്കപ്പെട്ട് ചാവാണ്. അതായത് ചിതറിക്കപ്പെട്ട് അത് ഇല്ലാതാവുകയാണ്. ആ നിമിഷം ബലിപീഠത്തിൽ കെട്ടിയിരിക്കുന്ന ആടിൻ്റെ കൊമ്പിന്മേലുള്ള ചുവന്ന റിബൺ വെള്ള റിബണായി ആവാണ്. മനസ്സിലായോ? അങ്ങനെ പാപമില്ലാത്ത ആ കുഞ്ഞാടിനെയാണ് പുരോഹിതൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നത്. അപ്പം ഈ സംഭവമാണ് ക്രൂശിൽ അന്ന് ഉണ്ടായത്. അതായത് കൊല്ലം യഹൂദന്മാർ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ യേശുവ ക്രൂശിൽ മരിച്ചേ പിന്നെ അവർക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവരെ മൊത്തത്തിൽ യഹൂദരെ യേശുവാക്കി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റി. അതെങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവിടെ സാത്താൻ കയറിയിരുന്ന ആ ആട് ആരായിരുന്നു? നമ്മുടെ യൂദാസ് ആയിരുന്നു. പിന്നെ ആ ബലിപീഠത്തിങ്കിൽ കെട്ടിയിരുന്ന ദൈവത്തിന് വേണ്ടിയുള്ള ആട് ആരായിരുന്നു? ആ കുഞ്ഞാട് യേശുവായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, യൂദാസ് ഈ സാത്താൻ കയറിയതിന് ശേഷം ഒറ്റിക്കൊടുത്തിട്ട് യൂദാസ് പിന്നീട് പശ്ചാത്താപം ഉണ്ടാക്കി കൊടുത്തു ദൈവം. അവൻ തിരിച്ചു വരാമായിരുന്നു, തിരിച്ചു വന്നില്ല. അവൻ എന്ത് ചെയ്തു? അവൻ കെട്ടിനാന്ന് ചാവാൻ പോയി, ചത്തു അല്ലേ? അപ്പം അവൻ കയറ് കെട്ടി ചത്തപ്പോൾ കയറ് പൊട്ടി. അവൻ മരിക്കാൻ വേണ്ടി കയറ് കെട്ടി ചാവാൻ നോക്കിയത് മലയുടെ മുകളിലുള്ള ഒരു മരത്തിന്മേലായിരുന്നു. അപ്പം അത് പൊട്ടി ചിതറി ചത്ത് താഴേക്ക് വീണു അല്ലേ? അതായത് ആ നാണ്ടപ്പോൾ കയറ് പൊട്ടി താഴെ പാറമേൽ വീണ് ചിതറിത്തെറിച്ചു പോയി യൂദാസ്. ആ അന്നത്തെ ആടിൻ്റെ പോലെ. മനസ്സിലായോ? അപ്പം ആ നിമിഷം ചിതറിത്തെറിച്ച് പോണ തൊട്ട് മുൻപ് വരെ ക്രൂശിൽ കുഞ്ഞാടിനെ പോലെ ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ പാപങ്ങൾ പേറിക്കിടന്ന കുഞ്ഞാടിനെ പോലെയായിരുന്നു യേശുവ കിടന്നിരുന്നത്. അതുകൊണ്ട് യേശുവ ദൈവത്തോട് പറഞ്ഞത്, അപ്പനോട് പറഞ്ഞത്, അപ്പ എന്ന് പറഞ്ഞ് കരഞ്ഞില്ലേ? അത് ആ വേദന കൊണ്ടല്ല. ആ സമയത്ത് ഇരുളായില്ലേ, പാപമായിരിക്കുന്ന ആ അവസ്ഥയിൽ ആ പുത്രന് ദൈവത്തെ കാണാൻ പറ്റില്ല. ഈ ലോകത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ കാര്യം അത് ദൈവാത്മാവിനെ കിട്ടിയവർക്കേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത് ദൈവത്തിനെ അറിഞ്ഞവർക്ക് പിന്നീട് ദൈവവുമായിട്ടുള്ളൊരു ബന്ധം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ പാപത്തിന് ഏൽപ്പിച്ച് കൊടുത്താൽ, നമ്മൾ അറിയാതെ സാത്താൻ കൊണ്ടുപോയി നമുക്ക് പിന്നെ എത്ര തിരഞ്ഞിട്ടും നമ്മുടെ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കില്ല. ആ അവസ്ഥ ഭയങ്കര ഒരു അവസ്ഥയാണെന്ന് ദൈവത്തെ കാണാം. അപ്പം അതുപോലെ ആ സമയത്ത് പാപം പേറിക്കിടന്ന യേശുവാക്കി ദൈവത്തെ കാണാൻ സാധിച്ചില്ല. ആ അവസ്ഥയിലാണ് ദൈവം കരഞ്ഞത്. അപ്പോൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ പൊട്ടിച്ചിതറി ഈ യൂദാസ്കറിയാത്ത മരിച്ചപ്പോൾ ഉടനടി തന്നെ യേശുവായിൽ ആരോപിച്ചിരുന്ന ഈ യഹൂദന്മാരുടെ ഈ പാപങ്ങളെല്ലാം ഒറ്റയടിക്ക് വന്ന് ഈ സാത്താനിൽ, ഈ യൂദാസ്കറിയത്തിൽ കയറി പൊട്ടിച്ചിതറി അങ്ങോട്ട് പോവുക ചെയ്തത്. അങ്ങനെ
ആ കൊമ്പ് വെള്ളയായില്ലേ, ആ മറ്റേ ആടിൻ്റെ റിബൺ, ചുവന്ന റിബൺ വെള്ളയായില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ പാപമില്ലാത്ത അവസ്ഥയിലായിരുന്നു യേശുവ അന്ന് മരിച്ചത്. പാപമില്ലാത്ത കുഞ്ഞാടായിട്ട് മരിച്ചു. അപ്പം അങ്ങനെ ഒരു ട്വിസ്റ്റ് അവിടെ നടന്നു. അങ്ങനെയാണ് യഹൂദരെ രക്ഷിച്ചത്. പിന്നെ ആണ്ടുതോറും അവർക്ക് ബലിയർപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, അന്നത്തെ ദിവസം ഭൂകമ്പമുണ്ടായി, സിക്സാഗ് മോഡലിൽ ഭൂമി പിളർന്നു. യേശുവായുടെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും കൂടി താഴോട്ടൊഴുകി. താഴെ ഉണ്ടായിരുന്ന നിയമപ്പെട്ടകത്തിന്മേൽ അത് വീണ്. അങ്ങനെ അന്ന് അവരുടെ വിശ്വാസം, അവരുടെ അതനുസരിച്ച് ദൈവം പറഞ്ഞതനുസരിച്ച് അവരുടെ പാപങ്ങളെല്ലാം ഒറ്റയടിക്ക് കഴുകിക്കളഞ്ഞു. ഇനി അവർ യഹൂദന്മാർ ഒന്നടങ്കം സ്വർഗത്തിലേ പോകൂ അല്ലേ. ഇനി നിനക്ക് ഇങ്ങനെ അവിടെ രക്ഷ കിട്ടിയെന്നാണ് പറയാൻ പോകുന്നത്. അതായത് യേശുവ മരിച്ച് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഉയർത്തെഴുന്നേറ്റത്. പാതാളത്തിലേക്ക് പോയി അല്ലേ. അപ്പം അവിടെ എന്താണ് സംഭവിച്ചത്? പാതാളത്തിൽ ചെന്ന് സാത്താൻ്റെ കയ്യിൽ നിന്ന് ആധിപത്യത്തിൻ്റെ താക്കോൽ മേടിച്ചെടുത്തു. അപ്പം ക്രൂശിൽ ജയഘോഷം കൊണ്ടാടി എന്ന വചനം പറയണം. അത് ഇങ്ങനെയാണ്. സാത്താൻ്റെ ചെകിടത്തടിക്കുക ചെയ്ത് തെറിച്ചു പോയി അവൻ. അങ്ങനെ അവിടെ തോൽപ്പിച്ചു. അതാണ് ഒരു ക്രിസ്ത്യാനി മനസ്സിൽ കാണേണ്ടത്. എന്നിട്ട് ദുഃഖിച്ച് കരഞ്ഞ് നടക്കല്ല ആ സംഭവം. നിങ്ങൾ ഓർക്കുമ്പോൾ മനസ്സിലായോ? അപ്പോൾ പാതാളത്തിൽ ചെന്ന് യേശുവ ഈ നമ്മുടെ സാത്താൻ്റെ കയ്യിൽ നിന്ന് ഈ താക്കോൽ വാങ്ങിച്ചെടുത്തു അല്ലേ. അപ്പോൾ എന്തുണ്ടായി? അപ്പോൾ അവിടെ പറയുന്നുണ്ടല്ലേ, കുറേ ആത്മാക്കൾ റിലീസായി എന്നല്ലേ. അപ്പം ഇനി അവർക്ക് സ്വർഗം കിട്ടും. എന്ത്? ദൈവത്തിന് തീരുമാനിക്കാം. അവർ നന്മ ചെയ്താൽ സ്വർഗത്തിലോട്ടും തിന്മ ചെയ്താൽ നരകത്തിലോട്ടും. അപ്പം അങ്ങനെ അവർക്ക് ആദത്തിനെയും നോഹയെയും ഒക്കെ ദൈവത്തിന് യേശുവാക്കി രക്ഷിക്കാൻ പറ്റി. നമുക്കും ഇനി രക്ഷ അങ്ങനെയാണ്. നമ്മൾ നന്മ ചെയ്താൽ സ്വർഗത്തിലേക്ക് വിടാൻ യേശുവാക്കി കഴിയും, തിന്മ ചെയ്താൽ നരകത്തിൽ പോകും. അപ്പം അങ്ങനെ ഒരു റൂളിങ് മാറ്റി കിട്ടിയല്ലേ. ആധിപത്യത്തിൻ്റെ താക്കോല് അങ്ങനെ യേശുവാക്കി കിട്ടി. യേശുവ സ്വർഗാരോഹണം ചെയ്തു, യഹോശ്വാഹ മശിയാഹായിട്ട്. മനസ്സിലായോ? അപ്പം അന്ന് ക്രൂശിൽ ഇങ്ങനെയാണ് ജയഘോഷം കൊണ്ടാടിയത്. അല്ലാണ്ട് നീ ദുഃഖിച്ച് പട്ടിണി കിടന്ന് നോമ്പാചരിച്ച് കരഞ്ഞ് തീർക്കേണ്ട ഒരു സംഭവമല്ല അന്ന് അവിടെ സംഭവിച്ചത്. മനസ്സിലായോ? യഹൂദന്മാർ എന്തായാലും സ്വർഗത്തിൽ പോകും. മനസ്സിലായോ? അപ്പോൾ പിന്നെ അവിടെ തന്നെ നിങ്ങൾ കേൾക്കണ്ടില്ലേ, യേശുവായുടെ മുഖം കിട്ടിയത് വേറോനിക്ക എന്നൊരു സ്ത്രീ വന്ന് മുഖം തുടച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിപ്പിച്ചു. വേറോനിക്ക ഒരു സ്ത്രീയെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ടോ? ഒരിക്കലും പറയുന്നില്ല. ഇനി അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നെന്ന് വിചാരിക്കട്ടെ. നിങ്ങൾ തന്നെ വിചാരിക്കുക, നിങ്ങളുടെ മുഖത്തെ രക്തത്തുള്ളികൾ നിറച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും, ഒരു ചായം വെക്കി, എന്നിട്ട് നിങ്ങൾ ഒരു ടവൽ വെച്ച് നിങ്ങൾ തുടച്ചു നോക്കി, നിങ്ങളുടെ മുഖം അതിൽ പതിയോ? കുറച്ച് പരന്ന ഒരു ബ്ലഡ് അല്ലേ വരുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് യേശുവായുടെ മുഖം കിട്ടിയെന്നൊക്കെ പറഞ്ഞതൊക്കെ മണ്ടത്തരല്ലേ. അതുപോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നാണ് പറയണേ. വെള്ളിയാഴ്ച 3 മണിക്ക് വൈകുന്നേരമാണ് നിങ്ങൾ യേശുവായ കുറിച്ച് തറച്ചു കൊല്ലണേ. അപ്പോൾ 3-ാം ദിവസം എന്ന് പറയുമ്പോൾ ശനി, ഞായർ, തിങ്കളാഴ്ചയിൽ ഉയർക്കണ്ടേ. പക്ഷെ തിങ്കളാഴ്ച മോർണിംഗിൽ ഉയർക്കൂലേ. പണ്ടൊക്കെ വെളുപ്പിന് 3 മണിക്കായിരുന്നു, ഇപ്പോൾ രാത്രി 12 മണിക്ക് ഉയർക്കും. കാരണം ലോകത്തിൻ്റെ പോക്ക് 12 മണിക്ക് ആണല്ലോ ശാസ്ത്രം പറയുന്നത് ഒരു ദിവസം തുടങ്ങുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നത് സന്ധ്യയായി, അതായത് സൂര്യൻ അസ്തമയം തുടങ്ങിയിട്ടാണ് ഒരു തുടങ്ങുന്നത്, ഒരു ദിവസം തുടങ്ങുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങൾ, കുറേ കാര്യങ്ങളൊക്കെ തെറ്റാണ്. മനസ്സിലായോ? സൺഡേ ഒന്നല്ല യേശു ഉയർത്തെഴുന്നേറ്റത്, മരിച്ചത് വെള്ളിയാഴ്ചയോ അല്ല. അപ്പം അതൊക്കെ ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ച് ആക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചൂടെ, 3 ദിവസമായോ ഞായറാഴ്ചയ്ക്ക് ഉയർത്തെഴുന്നേക്കാനായിട്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്വർഗം പണിതിരിക്കുന്നത് 12 കവാടങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് വെളിപാട് വായിച്ചറിയാം അല്ലേ. അതിൻ്റെ അടിസ്ഥാനം 12 ശിഷ്യന്മാരാണ്. ഈ 12 കവാടത്തിന്മേലും പേര് എഴുതി വെച്ചേക്കുന്നത് ഈ 12 ഗോത്രങ്ങളുടെ പേരാണ്. അപ്പോൾ നീ ഏത് കവാടത്തിൽ കൂടെ കിടക്കും ക്രിസ്ത്യാനി? മനസ്സിലായോ? അപ്പം നമുക്ക് കിടക്കാനും അതുപോലെ ആദം, നോഹ അതുപോലുള്ളവർക്ക് കിടക്കാനും ഉള്ളതാണ് ആര്? യൂദാഗോത്രത്തിലെ യേശുവായിലൂടെ. മനസ്സിലായോ? യേശുവായിലൂടെയാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളത്. ഇങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയെ, എങ്ങനെ ദൈവഹിതം അനുസരിച്ച് ദൈവപ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനിയെ യേശുവ രക്ഷിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായോ? അപ്പം അബ്രാഹത്തിനോടും നോഹയോടും കാണിച്ച ആ ദയ ജാതിയായ ക്രിസ്ത്യാനിയെ നിന്നോട് നിന്നോട് കരുണ കാണിച്ചു എങ്കിൽ യേശുവായുടെ കരുണ എത്രയോ വലുതാണ്. ഇങ്ങനെ ഒരു രക്ഷ കിട്ടണമെങ്കിൽ നീ കഷ്ടപ്പെടണം. മനസ്സിലായോ? അല്ലാണ്ട് സ്വസ്ത്രം പറഞ്ഞ് സ്വർഗത്തിൽ പോകാമെന്ന് ഒരു ക്രിസ്ത്യാനിയും വിചാരിക്കണ്ട. സ്വന്തം മക്കളായി യഹൂദനെ തള്ളിക്കളഞ്ഞിട്ട് നമ്മളെ എടുത്തു പുന്നാരിക്കുന്ന ഒരാളും വിചാരിക്കണ്ട. മനസ്സിലായി? യഹൂദന്മാരുടെ ഒട്ടി നിന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. അപ്പാ മക്കളുടെ മേശയിലെ അപ്പക്കഷ്ണെങ്കിലും മതിയപ്പ എന്ന് കാനാൻകാരുടെ വിശ്വാസം പോലെ നമ്മൾ പറയണം. മനസ്സിലായോ? അപ്പം ഇതാണ് ക്രിസ്ത്യാനിക്ക് അറിയാതിരുന്ന യേശുവായുടെ മുഖം. ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ ഒരു കൺസെപ്റ്റ്
കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മർമ്മം ഏതെങ്കിലും പുരോഹിതർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ മർമ്മങ്ങൾ ഒഴുകിയത് ഇതെൻ്റെയല്ല, ഒഴുകിയത് ജെറുസലേമിൽ നിന്നാണ്. തിരുവചനം പറഞ്ഞിട്ടില്ല ജെറുസലേമിൽ നിന്ന് അന്ത്യകാലത്ത് വചനങ്ങൾ, യഥാർത്ഥമായി സത്യവചനങ്ങൾ ഒഴുകുമെന്ന്. അത് ഒഴുകിയത് ജെറുസലേമിൽ നിന്ന് റീന ഫ്രാൻസിലൂടെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ വേണോ? ഏക സത്യദൈവത്തെ നിങ്ങൾ തിരിച്ചറിയൂ, അന്വേഷിക്കൂ. അന്വേഷിച്ചാലേ കണ്ടെത്തുന്നേ, അന്വേഷിക്കുന്നവനെ കണ്ടെത്താൻ സാധിക്കുള്ളൂ. ദൈവം എന്താ പറയുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് വീക്ഷിക്കുന്നു എന്നാണ് പറയണത്. പിന്നെ പ്രലോഭനങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, ദൈവത്തെ അറിഞ്ഞവർക്ക് കൂടുതലായിട്ടുണ്ടാകും. അതെൻ്റെ ഫ്രണ്ട്സിനോട് പ്രത്യേകം പറയാനുള്ളതാ. കാരണം നമുക്ക് കൂടുതലായിട്ടും പ്രലോഭനങ്ങൾ ഉണ്ടാവും. കാരണം മറ്റുള്ളവർ മൊത്തം നരകത്തിലേക്കുള്ളതാണ് നമ്മുടെ സാത്താൻ അറിയാം. പക്ഷെ നമ്മൾ യേശുവായിലേക്ക്, ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥമായി ഏകസത്യ ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്കായിരിക്കും കൂടുതൽ ടാർജറ്റ് അവൻ്റെ. അപ്പം അതുകൊണ്ടാണ് പൗലോസ്ലീഹ 1 കോരിന്തോസ്കാർക്ക് എഴുതിയ ലേഖനം 9:27 പറയുന്നത്, മറ്റുള്ളവരുടെ സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകേണ്ടതിന് ആകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കണം എന്ന്. അതായത് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ആ ഒരു അഭിലാഷങ്ങളെ, അൺകോൺഷ്യസ് മൈൻഡിനെ നമ്മൾ സാത്താന് വിട്ടുകൊടുക്കാതെ അതിനെ നിയന്ത്രിച്ച് പഠിക്കണം നമ്മൾ. അല്ലെങ്കിൽ നമുക്കും തെറ്റും. ദൈവത്തെ തിരിച്ചറിഞ്ഞ നമ്മളിലേക്കാണ് അവൻ്റെ ടാർജറ്റ് കൂടുതലും. അപ്പം അങ്ങനെ ആ ഒരു വിച്ഛേദിച്ച് പോയാൽ പിന്നെ തിരിച്ചു വരിക എന്നുള്ളത് ദൈവത്തിന് മാത്രമേ സാധിക്കൂ, നമ്മൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അപ്പോൾ നമുക്കും വഴി തെറ്റാം. അതുകൊണ്ട് യഥാർത്ഥ ഏകസത്യ ദൈവത്തെ മനസ്സിലാക്കിയ നമ്മളും വഴി തെറ്റാതിരിക്കാൻ നാം നിത്യവും ദൈവത്തോട് പ്രാക്ടീസ് ചെയ്യണം, പ്രാർത്ഥിക്കണം, ദൈവത്തോട് സംസാരിക്കണം. അപ്പോൾ ഞാൻ നിർത്താണ്, ഒരുപാട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സത്യം മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പഠിപ്പിക്കാൻ പോകുന്ന ഹീബ്രു ഭാഷ ലൈലാത്തോ, ഗുഡ് നൈറ്റ് എന്നാണ്. നമ്മൾ പഠിച്ചില്ലേ ബോക്കൽത്തോ എന്ന് പറഞ്ഞ് നമ്മൾ ഗുഡ് മോർണിംഗ് അപ്പാന്ന് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ അതുപോലെ ഇന്ന് നമ്മൾ പഠിക്കാനാണ് ഗുഡ് നൈറ്റ് അപ്പാന്ന്. നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മുടെ അപ്പനോട് പറയണം, അത് ലൈലാത്തോ അബാ എന്ന് പറയണം. അപ്പോൾ ഇത്ര നേരം എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തോദാ റബ്ബ, തോദാ അബ.